Hey, hello, welcome back to my channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 16. ഐ തിങ്ക് ചാപ്റ്റർ 16 ആണെന്ന് തോന്നുന്നു. നമ്മളുടെ HTML ബിഗിനേഴ്സ് ട്യൂട്ടോറിയലിന്റെ ചാപ്റ്റർ 16 ആണ് നോക്കാൻ പോകുന്നത്. സോ HTML ഇൻപുട്ട് ടൈപ്സ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ആണ് ഫോംസിന്റെ കണ്ടിന്യൂഷൻ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു ബേസിക് ഫസ്റ്റ് തന്നെ ഫോംസിന്റെ ഒരു ബേസിക് എക്സാമ്പിൾ നോക്കിയിരുന്നു. കുറച്ച് ഇൻപുട്ട് ഫോം എലമെന്റ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഫോം ആട്രിബ്യൂട്ട്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫോം എലമെന്റിന്റെ കുറച്ച് ആട്രിബ്യൂട്ട്സുകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് HTML ഇൻപുട്ട് ടൈപ്സ് ആൻഡ് ആട്രിബ്യൂട്ട്സ്. ഓക്കെ, അതായത് നമ്മൾ HTML ഇൻപുട്ട് ടൈപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള HTML എലമെന്റ് ആണ്. ഓക്കെ, ഞാനൊരു ഫോം ബേസിക് എക്സാമ്പിൾ പഠിപ്പിച്ചപ്പോ കുറച്ച് ഇൻപുട്ട് ടൈപ്സ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബേസിക് ആയിട്ട് മോസ്റ്റ് കോമൺലി എല്ലാവരും യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻപുട്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻപുട്ട് ടൈപ്സ്. അപ്പം നമുക്ക് അത്രയല്ല, ഇനിയും ഒരുപാട് ഇൻപുട്ട് ടൈപ്സ് നമുക്കുണ്ട്. ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മളുടെ HTML ഫോം എന്ന് പറയുന്ന എലമെന്റിന്റെ ഇന്നറിൽ വരുന്ന എലമെന്റ്സ് ആണ് ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, വൺ ഓഫ് ദി എലമെന്റ്സ് ആണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇൻപുട്ടിന്റെ ടൈപ്സ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ്, ടൈപ്പ് ആട്രിബ്യൂട്ട്. ഓക്കെ, ടൈപ്പ് ആട്രിബ്യൂട്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ് ഇൻപുട്ട് ടൈപ്സ്. ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാകും. ആൻഡ് ആട്രിബ്യൂട്ട്സ് എന്താണ്? ഇൻപുട്ട് എന്ന് പറയുന്ന നമ്മൾ ഇതുവരെ കണ്ടത് ഇൻപുട്ടിന് ടൈപ്പ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് മാത്രമായിരുന്നു. എന്നാൽ നമ്മൾ ഇനി എന്താണ്, അതിന്റെ കുറച്ച് അധികം ആട്രിബ്യൂട്ട്സ് ഉള്ളത് ഇൻപുട്ട് എലമെന്റിന്. അതും കൂടെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, ഇത് ജസ്റ്റ് സാമ്പിൾ ഒരു പ്രോഗ്രാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് നോക്കിക്കൊണ്ടിരുന്ന കുറച്ച് ഇൻപുട്ട് ടൈപ്സ് ആണ്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ്, ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റ് എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് വരുന്ന ഒരു ടൈപ്പ് ആണ്, ഇൻപുട്ടിന്റെ ടൈപ്പ് ആട്രിബ്യൂട്ട് ആണ്. ഓക്കെ, ഇതാണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഇൻപുട്ട് ടൈപ്പ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ എന്താണ്, മോസ്റ്റ് ഡിഫോൾട്ട് ആയിട്ട് വരുന്നതാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ്, ഇൻപുട്ട് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ കൊടുത്താലും മതി. പ്രത്യേകിച്ച് നമ്മൾ ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാതെ ഡിഫോൾട്ട് ആയിട്ട് വരുന്നതിന് നമുക്ക് ടെക്സ്റ്റ് എന്ന് പറയും. ഓക്കെ, ഇനി ടൈപ്പ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്താലും അതേപോലെ തന്നെ ആയിരിക്കും വരുന്നത്. ടൈപ്പ് എന്ന് പറയുന്നത് ഇൻപുട്ടിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ്. ആൻഡ് അതിന്റെ വാല്യൂ നമുക്കിപ്പോൾ ടെക്സ്റ്റ് എന്ന് കൊടുത്താലും സെയിം റിസൾട്ട് തന്നെ ആയിരിക്കും വരുന്നത്, ടെക്സ്റ്റിനായിരിക്കും വരുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ചെയ്യാനുള്ള ഒരു ടെക്സ്റ്റ് ബോക്സ് ആയിരിക്കും നമുക്ക് ഏജ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ആൻഡ് ഇനി രണ്ടാമത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജെൻഡറിനകത്ത് ഇൻപുട്ട് ടൈപ്പ് എന്ന് പറയുന്നത് റേഡിയോ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ റേഡിയോ ബട്ടൺ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, റേഡിയോ ബട്ടൺസ് നമുക്ക് ഇതേപോലെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും യൂസിങ് റേഡിയോ ബട്ടൺസ്. ഓക്കെ, ആൻഡ് അതാണ് റേഡിയോ. നമ്മൾ ഇതൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യാത്തത്, ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ആൻഡ് ലേബൽ, ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഒരു ഇൻപുട്ട് ടൈപ്പ് ഇവിടെ ഡേറ്റ് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു കലണ്ടർ ഡിസ്പ്ലേ ആവുന്നുണ്ട്. ഓക്കെ, ദെൻ ഇൻപുട്ട് ടൈപ്പ് ഇസ് ഇക്വൽ ടു ചെക്ക് ബോക്സ്. ദെൻ ചെക്ക് ബോക്സ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചെക്ക് ബോക്സ് വന്നിട്ടുണ്ട്. ഇൻപുട്ട് ടൈപ്പ് ഇസ് ഇക്വൽ ടു സബ്മിറ്റ്, ഒരു സബ്മിറ്റ് ബട്ടണും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ചാപ്റ്റേഴ്സ് നോക്കിയാൽ മതി. ഞാൻ ഇത് പറയുന്നുണ്ട്, ഫോമിന്റെ ഫസ്റ്റ് പാർട്ടാന്ന് തോന്നുന്നു, അതിൽ ഞാൻ പറയുന്നുണ്ട്. അഥവാ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതിയായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇതെന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഫോമിന്റെ കുറച്ച് ടൈപ്പ് വാല്യൂസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇത് മാത്രമല്ല, നമുക്ക് ഒരുപാട് വേറെയും എന്തുണ്ട്, ടൈപ്സ് ഉണ്ട്. അപ്പം അത് ഇത്രയും ഒരുപാട് അത്യാവശ്യം ഏകദേശം ഒരുപാട് ടൈപ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അത്രയും ഞാനൊന്ന് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇത് നോക്കിക്കഴിഞ്ഞാല് ഇത് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കോഡൊന്നുമല്ല. അതിൽ ഓരോ ടൈപ്പുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബട്ടൺ, ചെക്ക് ബോക്സ്, കളർ, ഡേറ്റ്, ഡേറ്റ ഇൻ ലോക്കൽ, ഇമെയിൽ, ഫയൽ, ഹിഡൻ, അങ്ങനെ കുറെ ടൈപ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇത് ഇത്രയും ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ തൽക്കാലം നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇത് ഇത്രയുമാണ് ഞാനൊന്ന് ഡിസ്ക്രൈബ് ചെയ്തു വരുന്നത്. ഇത് നിങ്ങളെല്ലാം ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് വെച്ചാലും മതി. നമ്മൾ ഇത്രയും ടൈപ്പ് നോക്കിയിട്ട് എന്താണ് ഡിഫറൻസ് എന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ടൈപ്പുകൾ മാറ്റി ചേഞ്ച് ചെയ്ത് കൊടുത്ത് ഓരോന്നിന്റെയും ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഏതെങ്കിലും ഒരു ടൈപ്പിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കുക കേട്ടോ. ഐ വിൽ ക്ലിയർ. ഓക്കെ,
ആൻഡ് ഇത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യം, ഓരോ ടൈപ്സും എടുത്ത് ഡിസ്ക്രൈബ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഒക്കെ കൂടിപ്പോകും. ഇപ്പൊ തന്നെ ഒരു ചാപ്റ്റർ, ഒരു 10 ചാപ്റ്ററിൽ നിർത്താന്ന് വിചാരിച്ചതാണ്. പക്ഷെ നമ്മൾ അതിനകത്ത് ആഴത്തിലോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഇപ്പം ഒരു 16th ചാപ്റ്റർ ഒക്കെ ആയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്കത് ചെയ്യാം. പക്ഷെ ഇതിപ്പോ ഞാനിത് ചെയ്യുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഞാനിവിടെ ലിസ്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഓരോ ടൈപ്പും ചേഞ്ച് ചെയ്ത് നോക്കി പഠിക്കാം. ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ ടൈപ്സിൽ വരുന്നത്. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ആട്രിബ്യൂട്ട്സിനകത്തോടാണ്. അതായത് ഇൻപുട്ട് എന്ന് പറയുന്ന നമ്മളുടെ ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളുടെ ഈ ഒരു ഇൻപുട്ട് എന്ന് പറയുന്ന എലമെന്റിന് ഉള്ള കുറച്ച് ഒന്നിലധികം ആട്രിബ്യൂട്ട്സുകളാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അങ്ങനെ ആട്രിബ്യൂട്ട്സ് നോക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ബാക്കിയെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തോളാം. എല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. സോ ബാക്കി എല്ലാ ഫീൽഡും ഞാനൊന്ന് തൽക്കാലം ക്ലിയർ ചെയ്യുവാണ്. ഓക്കെ, ഒരു ഫീൽഡ് മാത്രമാണ് ടെക്സ്റ്റ് ബോക്സ് ഉള്ള ഒരു ഫീൽഡ്. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഇൻപുട്ട് എലിമെന്റിന്റെ ആട്രിബ്യൂട്ട്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് വാല്യൂ. ഇപ്പൊ ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വാല്യൂ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ്. സോ വാല്യൂ ആട്രിബ്യൂട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ടെക്സ്റ്റ് ബോക്സിന് ഒരു ഇനിഷ്യൽ വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വാല്യൂ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് നമ്മളുടെ ടെക്സ്റ്റ് ബോക്സിന് ഓൾറെഡി ഇവിടെ ഒരു ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഏജ് എന്ന് പറഞ്ഞു ജസ്റ്റ് ഒരു 18 എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഞാനൊന്ന് സേവ് ചെയ്ത് ഇവിടെ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ഡേറ്റാസ് ഒന്നും എൻ്റർ ചെയ്യാതെ തന്നെ അതിന്റെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 18 എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇനി അത് ചേഞ്ച് ചെയ്യാവുന്നതുമാണ്. നമ്പേഴ്സ് ഒക്കെ കൊടുത്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ വാല്യൂ. ഇതൊരു നമ്പർ അല്ല, നമുക്ക് സ്ട്രിങ്ങും എന്ത് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൊടുക്കുന്നതായിരിക്കും അതിന്റെ ഇനിഷ്യൽ വാല്യൂ ആയിട്ട് വരുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാല്യൂ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് റീഡ് ഓൺലി എന്ന് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ട്. സോ അതൊരു സിംഗിൾ ആട്രിബ്യൂട്ട് ആണ്, അതിന് വാല്യൂസ് ഇല്ല. റീഡ് ഓൺലി എന്നാണ് ആ ഒരു ആട്രിബ്യൂട്ടിന്റെ നെയിം എന്ന് പറയുന്നത്. സോ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരു വാല്യൂ കൊടുത്തെന്ന് വിചാരിക്കും, നമ്മൾ ഇൻപുട്ട് ഫീൽഡിന് ഒരു വാല്യൂ കൊടുത്തു, ഇതിന് ഓൾസോ റീഡ് ഓൺലി എന്ന് പറഞ്ഞിട്ട് ഒരു ആട്രിബ്യൂട്ടും ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് അതിനെ റീഡ് ഓൺലി എന്ന് പറയുമ്പോൾ ഇതിനൊന്ന് റീഫ്രഷ് കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിനെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ജസ്റ്റ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ പറ്റത്തുള്ളൂ. നമുക്ക് എഡിറ്റ് ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ കോപ്പി ചെയ്യാനോ ഒന്നും തന്നെ പറ്റുന്നതല്ല. സോ റീഡ് ഓൺലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് ഇവിടെ കൊടുത്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്താലും ബാക്ക് സ്പേസ് അടിച്ചാലും വേറെ എന്ത് ടൈപ്പ് ചെയ്താലും ഒന്നും തന്നെ വരത്തില്ല. കാര്യം അത് റീഡ് ഓൺലി മാത്രമാണ്. ഓക്കെ, അതിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇനി നമ്മളൊന്ന് റിമൂവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സേവ് ചെയ്ത് ഞാൻ ഇവിടെ റിഫ്രഷ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കർസർ നമുക്ക് വെച്ച് ബാക്ക് സ്പേസ് ഒക്കെ അടിച്ച് നമ്മളുടെ ഇഷ്ടത്തിന് എഡിറ്റ് ചെയ്തൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ രണ്ടാമത്തേന്ന് പറയുന്നത് എന്താണ്, റീഡ് ഓൺലി. ഇപ്പൊ വാല്യൂ റീഡ് ഓൺലിയും ആണ് ഇതുവരെ പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഇൻപുട്ട് ഫീൽഡും കൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. മാറ്റിയിട്ട് ഞാൻ ഇതിന്റെ ഈ ഒരു സേവ് ചെയ്തു, റിഫ്രഷ് ചെയ്തു, ഒരു ഇൻപുട്ട് ഫീൽഡ് വന്നിട്ടുണ്ട്. ആ ഇൻപുട്ട് ഫീൽഡിന്റെ ആട്രിബ്യൂട്ട്, നെക്സ്റ്റ് ആട്രിബ്യൂട്ട് ടൈപ്പ് വാല്യൂ റീഡ് ഓൺലി. ഇനി നെക്സ്റ്റ് ഒരു ആട്രിബ്യൂട്ട് കൊടുക്കുകയാണ്. അതിന് ഞാനിവിടെ ഡിസേബിൾഡ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഡിസേബിൾഡ്. ഓക്കെ, ഡിസേബിൾഡ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ റീഡ് ഓൺലി ഡിസേബിൾഡ് എന്നൊക്കെ പറയുന്നത് വാല്യൂസ് ഇല്ലാത്ത ആട്രിബ്യൂട്ട്സ് ആണ്, സിംഗിൾ ആട്രിബ്യൂട്ട്സ് ആണ്. സോ ഡിസേബിൾഡ് ആട്രിബ്യൂട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് ഫെയ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാര്യം നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ബോക്സിനകത്ത് ഒന്നും തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലെന്ന് മാത്രമല്ല, നമ്മൾ ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഡേറ്റാസ് ഇപ്പൊ ഇതിനകത്തെന്ന് പറയുന്നത് നമ്മൾ റീഡ് ഓൺലി കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിനകത്തൊരു ഡേറ്റ ഉണ്ട്. ഏജ് എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് ബോക്സിനകത്ത് ഒരു ഡേറ്റ കിടപ്പുണ്ട്. പക്ഷെ ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് ഡിസേബിൾഡ് ആയി കിടക്കണം, നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഇനി എന്ത് ഡേറ്റാസ് ഉണ്ടെങ്കിലും അത് വാല്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് നമ്മളുടെ സെർവറിൽ പോയിട്ട് സ്റ്റോർ ആവത്തതോ ഒന്നും തന്നെ ഇല്ല. അത് ഡിസേബിൾഡ് ആണ്. അതിനെ കൊണ്ട് യാതൊരു വിധ ക്ലിക്കബിൾ അല്ല, യൂസബിൾ അല്ല, ഒരു യൂസേജും ഇല്ലതാണ്. ഓക്കെ, പക്ഷേ ഈ റീഡ് ഓൺലി ഫയലിന്റെ ഡേറ്റാസ് ഒക്കെ എന്താവും, സ്റ്റോർ ആയി നമുക്ക് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുകയൊക്കെ ചെയ്യും. നമ്മളിവിടെ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് ഡിസേബിൾഡ് ആയിട്ട് തന്നെ ഇരിക്കും. നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതും ഇല്ല, ഡേറ്റാസ് പാസ് ആവത്തതും ഇല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമുക്ക് സൈസ് എന്ന് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ട്. സോ ഞാനിവിടെ
ഈ ഒരു ഡിസേബിൾഡ് അല്ലെങ്കിൽ ഇതിൽ തന്നെ കാണിക്കാം. ജസ്റ്റ് റീഡ് ഓൺലി ഫയലിൽ നമുക്ക് കാണിക്കാം. അതിന്റെ സൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. സൈസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഇൻപുട്ട് ഫീൽഡിന്റെ സൈസിനെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് 20 എന്ന് കൊടുക്കുകയാണെങ്കിൽ സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. നമുക്കിപ്പോൾ ഇതൊരു 50 എന്ന് കൊടുത്ത് നോക്കാം. റിഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഇൻപുട്ട് ഫീൽഡിന്റെ സൈസ് കുറച്ചും കൂടെ വലുതായി. ഓക്കെ, 40 ആണ് കൊടുക്കുന്നതെങ്കിലോ അപ്പം അത് കുറച്ചും കൂടെ ഒന്ന് ചെറുതായിട്ടുണ്ട്. ഇപ്പൊ 10 ആണ് കൊടുക്കുന്നതെങ്കിൽ അതിന്ന് ചെറിയ ഒരു ഫീൽഡിലോട്ട് മാറി. ബൈ ഡീഫോൾട്ട് ആയിട്ട് 20 ആണ് അതിന്റെ സൈസ്. നമുക്ക് അല്ലാതെ തന്നെ ഈ ഒരു ഇൻപുട്ട് ഫീൽഡിന്റെ സൈസ് ഇങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് മാക്സ് ലെങ്ത് എന്ന് പറയുന്നത്. മാക്സ് ലെങ്ത് തിരിഞ്ഞു പോകുന്നത്. സൈസ് എന്ന് പറയുന്നത് ആ ഒരു ഇൻപുട്ട് ഫീൽഡിന്റെ സൈസിനെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മാക്സ് ലെങ്ത് എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഒരു ഇൻപുട്ട് ഫീൽഡും കൂടെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. സോ ഇൻപുട്ട് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തു. ജസ്റ്റ് ഒരു പിൻ നമ്പർ ഒക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു ലേബലും കൂടെ കൊടുക്കാം. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാല് ഓക്കെ, പിൻ നമ്പർ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ഒരു ടെക്സ്റ്റ് ബോക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിന് ടൈപ്പ് ഒന്നും സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ട് തന്നെ അതൊരു ടെക്സ്റ്റ് ബോക്സ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് മാക്സ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ചില ഒരു ചില പാസ്വേഡോ അല്ലെങ്കിൽ പിന്നോ കാര്യങ്ങളോ ഒക്കെ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അതിന്റെ ലിമിറ്റേഷൻ കാണും. ഇത്ര ലിമിറ്റ് നമ്പേഴ്സ് മാത്രമേ വരാവൂ എന്നൊരു ലിമിറ്റേഷൻ വരെ കാണും. അപ്പൊ നമുക്ക് ഇതിൽ 4 ഡിജിറ്റ് മാത്രം മതിയെങ്കിൽ അതിന് നമുക്ക് മാക്സ് ലെങ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മാക്സ് ലെങ്ത്, മാക്സിമം ലെങ്ത് എത്ര ക്യാരക്ടേഴ്സ് നമുക്ക് അല്ലെങ്കിൽ എത്ര ഡിജിറ്റ്സ് ആൽഫബറ്റ്സ് നമുക്ക് ഇതിൽ കൊടുക്കാം എന്നുള്ളതാണ് മാക്സ് ലെങ്തിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഞാനിപ്പോ ഇവിടെ 4 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് 4 ക്യാരക്ടേഴ്സ് മാത്രം അല്ലെങ്കിൽ 4 ഡിജിറ്റ്സ് മാത്രമേ കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. 1 2 3 4. അത് കഴിഞ്ഞ് എന്ത് തന്നെ കൊടുത്താലും ഞാനിപ്പോ ഇവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിവിടെ എന്താവുന്നില്ല, ഡിസ്പ്ലേ ആകുന്നില്ല. കാര്യം അതിന്റെ മാക്സിമം ലെങ്ത് 4 ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, സോ ഇതാണ് മാക്സ് ലെങ്ത് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ്. ഓക്കെ, മൾട്ടിപ്പിൾ ആട്രിബ്യൂട്ട്. സോ മൾട്ടിപ്പിൾ ആട്രിബ്യൂട്ട് ചില ഇൻപുട്ട് ടൈപ്സിന്റെ കൂടെ അത് വർക്ക് ആവത്തുള്ളൂ. ഓക്കെ, മൾട്ടിപ്പിൾ വാല്യൂസ് കൊടുക്കാൻ പറ്റുന്ന ഡേറ്റ ഇൻപുട്ട് ഫീൽഡുകൾ കാണുമല്ലോ. ഒന്നിൽ കൂടുതൽ ഡേറ്റാസ് എൻറ്റർ ചെയ്ത് കൊടുക്കണം എന്ന് ആവശ്യമുള്ള എന്തെങ്കിലും റിക്വയർമെന്റ് ഉള്ള ഒരു ഇൻപുട്ട് ഫീൽഡ് ആണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഇമേജ് ഡിസ്പ്ലേ ചെയ്യണം, നമുക്കൊരു ഇമേജ് സെലക്ട് ചെയ്യണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇമേജ് സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു കേസ്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇമെയിൽ ID സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു കേസ്, അതിൽ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. ആൻഡ് ഡിസേബിൾഡ് പോലെയും റീഡ് ഓൺലി പോലെയും അത് വാല്യൂസ് ഇല്ലാത്ത ഒരു സിംഗിൾ ആട്രിബ്യൂട്ട് ആണ്. സോ നമുക്കിനി ഒരു ഫയലും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ലേബൽ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ജസ്റ്റ് ഫയൽ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആൻഡ് ഇവിടെ നമുക്ക് അതിന്റെ ടൈപ്പ് ഒന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സ്പെസിഫിക് ടൈപ്പ് ഉള്ള അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഉള്ളതിൽ മാത്രമേ ഈ ഒരു മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളത് വർക്ക് ആവത്തുള്ളൂ എന്നല്ല, എന്തെങ്കിലും വർക്ക് ആവും. പക്ഷെ റിക്വയർമെന്റ്സ് അനുസരിച്ച് നമുക്ക് ഒന്നിൽ കൂടുതൽ നെയിംസ് കൊടുക്കാം എന്നുള്ളൊരു ഫോം ഒന്നും വരത്തില്ലല്ലോ. നമുക്കൊരു സിംഗിൾ നെയിം അല്ലേ കാണത്തുള്ളൂ, ഒന്നിൽ കൂടുതൽ നെയിം കൊടുക്കാം എന്നൊരു ഫീൽഡിൽ വരത്തില്ല. വരുവാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇമെയിൽ IDയോ അല്ലെങ്കിൽ ഫോൺ നമ്പേഴ്സിന്റെയോ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും അത് വരുന്നത്. ഒന്നിൽ കൂടുതൽ നമുക്ക് എൻറ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഞാനിവിടെ ഒരു ഫയൽ അല്ലെങ്കിൽ ജസ്റ്റ് ഇൻപുട്ട് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഇൻപുട്ട് തന്നെ കടന്നോട്ടെ, ഫയൽ വേണ്ട. ഫയൽ എന്ന് പറയുന്നതൊക്കെ നമ്മളുടെ ഇൻപുട്ടിന്റെ ടൈപ്സ് ഞാൻ കൊടുത്തിട്ടുള്ളതിൽ നമ്മൾ ഫയൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഇൻപുട്ട് ടൈപ്പിന്റെ ചേഞ്ചസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് നോക്കി ചെയ്യാം. ജസ്റ്റ് ഞാനിപ്പോ ഒരു ഫോൺ നമ്പറിന് വേണ്ടിയിട്ട് കൊടുക്കുവാണ്. ആൻഡ് ഇതിനകത്ത് ഞാനിവിടെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ആട്രിബ്യൂട്ടും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വന്നിട്ടുണ്ട്. സോ ഇത് നമ്മളിവിടെ എൻറ്റർ ചെയ്യുവാണ്. കുറച്ച് നമ്പേഴ്സ് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുത്തു. ദെൻ അതിനുശേഷം നമുക്ക് എൻറ്റർ അടിച്ചാൽ നമുക്ക് ഇനിയും ഇപ്പൊ ഇതിനകത്ത് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഞാനൊരു എക്സാമ്പിൾ നമുക്ക് കാണിച്ചു തരാം. അല്ലെങ്കിൽ വേണ്ട, ഇത് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഇതിന് എക്സാമ്പിൾ എനിക്ക് ഷോ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഞാൻ ജസ്റ്റ് ഫയൽ തന്നെ ആക്കിക്കോട്ടെ. ഇവിടെ നമുക്ക് ഫയലിന് തന്നെ കൊടുക്കാം. ആൻഡ് ഇൻപുട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഞാൻ ഫയൽ എന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫയൽ എന്ന് പറയുന്നത് ഫയൽ അപ്ലോഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പാണ്. നമുക്ക് ഇതിലൂടെ ഫയൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഞാൻ മൾട്ടിപ്പിൾ ഒന്നും കൊടുക്കുന്നില്ല തൽക്കാലം. ഓക്കെ, ഒന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു
എന്താണ് ഒരു വേറൊരു ഇൻപുട്ട് ആണ്, ഫീൽഡ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫയൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് ഇമേജസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽസിനകത്ത് എന്താണെങ്കിലും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ എന്താണ് എനിക്ക് ഇത് രണ്ടും സെലക്ട് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ ഇതിൽ നെക്കി, എന്നിട്ട് ഇതിൽ നെക്കിയ ശേഷം ഇതിൽ നെക്കി അതങ്ങ് പോകും. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ എങ്ങനെയാണ് ഫുൾ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഷിഫ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ എന്താണ് നമ്മളുടെ ആരോസ് സെലക്ട് ചെയ്താൽ മതി. ഡൗൺ ആരോ അല്ലെങ്കിൽ ലെഫ്റ്റ് ആരോ സെലക്ട് ചെയ്യാം. പക്ഷെ ഇത് നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഇത് ഇങ്ങനെ സെലക്ട് ആവുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാൻ പറ്റും, മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ചെയ്യുന്നുണ്ട്, കീബോർഡിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷെ നമുക്ക് അറ്റ് എ ടൈമിൽ ഒരെണ്ണം മാത്രമേ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ നമുക്കിപ്പോ ഒരു മൾട്ടിപ്പിൾ ഫയൽസ് സെലക്ട് ചെയ്യണമെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റ് എ ടൈമിൽ നമുക്ക് ഇഷ്ടമുള്ളത്ര ഒന്നിൽ കൂടുതൽ ഫയൽസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഒന്ന് സേവ് ചെയ്തു റിഫ്രഷ് ചെയ്തു. ഇനി ഞാൻ ചൂസ് ഫയൽസ് കൊടുക്കുന്നു. ഇനി നമുക്കിപ്പോ ഞാൻ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് രണ്ടും അറ്റ് എ ടൈമിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ ഞാനിവിടെ ഷിഫ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതും സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 2 ഫയൽസ്, 2 ഫയൽ നമുക്ക് ഇവിടെ സെലക്ട് ആയതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ എത്ര ഫയൽസ് ഉണ്ട് അത്രയും ഫയൽസ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ അതിനാണ് നമ്മൾ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഈ പിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നമുക്ക് ഈ ഇൻപുട്ട് ഫീൽഡിൽ വന്നിട്ട് നമുക്ക് പ്ലേസ് ഹോൾഡർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പ്ലേസ് ഹോൾഡർ എന്ന് പറഞ്ഞിട്ട് അതിന് വാല്യൂ കൊടുക്കുമ്പോൾ നമ്മളുടെ ഇപ്പൊ ഇവിടെ നമുക്ക് ഒരു പുതുതായിട്ട് വരുന്ന ഒരു യൂസർ ആണെങ്കിൽ ആ ഒരു യൂസർ ഇൻഫോർമേഷന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ടെക്സ്റ്റ് ബോക്സിൽ ഓൾറെഡി പ്രിന്റ് ചെയ്ത് വെക്കാം. പക്ഷെ അത് ഡേറ്റ ആയിട്ടൊന്നും അല്ല, ജസ്റ്റ് അതിന്റെ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ എൻ്റർ 4 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കൊടുത്തു. ഓക്കെ, സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എന്റെ 4 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അലേർട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അത് ജസ്റ്റ് അതിനകത്ത് വരുന്ന ഒരെണ്ണമാണ്, നമുക്ക് അതിനകത്ത് നിന്ന് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെ നമുക്ക് യൂസർ ഇൻഫോ 4 ഡിജിറ്റ് ആണെന്ന് നമുക്കത് മനസ്സിലാകും. സോ 1 2 3 4 അതിൽ കൂടുതൽ എടുത്ത് ഇതിൽ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാകും 4 ഡിജിറ്റ് ആണെന്ന്. ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ ആ ഒരു പ്ലേസ് ഹോൾഡർ പോകുന്നതായിട്ടും കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ട്. ആൻഡ് ഞാൻ ഇവിടെ ഒരു സബ്മിറ്റ് ഇൻപുട്ട് ഫീൽഡും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് സബ്മിറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഒരു ബ്രേക്ക് ടാഗിനും ഇവിടെ കൊടുക്കാം. ഒരു സബ്മിറ്റ് ബട്ടൺ വന്നിട്ടുണ്ട്. ആൻഡ് ഞാനിവിടെ ഈ ഒരു പിൻ നമ്പറിന്റെ അവിടെ ഇൻപുട്ട് ഫീൽഡിൽ വന്നിട്ട് ഞാൻ അതിന് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. റിക്വയർഡ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ആട്രിബ്യൂട്ട് ആണ്, വാല്യൂസ് ഒന്നുമില്ല. സോ എന്തിനാണ് ഈ റിക്വയർഡ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ ഒരു ഫീൽഡ് മിസ് ആയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡേറ്റ സെൻറ്റർ ചെയ്ത് കൊടുക്കാൻ മിസ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ ഒരു ഫീൽഡിൽ നമ്മൾ റിക്വയർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അതിനെ മിസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഫോം സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മസ്റ്റ് ആയിട്ട് അത് എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കണം. സോ ഈ ഒരു ഇൻപുട്ട് ഫീൽഡിൽ ഞാനിവിടെ റിക്വയർഡ് എന്ന് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ട് കൊടുത്തു. സോ സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ സബ്മിറ്റിൽ വരാത്ത കാര്യം എന്താന്ന് വെച്ചാല് നമ്മള് എനിക്ക് തോന്നുന്നു നമ്മള് ബാക്ക് എൻഡ് കണക്ട് ചെയ്യുന്നില്ലല്ലോ, ജസ്റ്റ് ഫ്രണ്ട് എൻഡ് മാത്രമല്ലേ കാണിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ടൈമിൽ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ ഫോം പഠിച്ചപ്പോൾ ഫോം ആക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പഠിച്ചായിരുന്നു അല്ലെ. ഫോം എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റിന്റെ ആക്ഷൻ ആട്രിബ്യൂട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇൻ കേസ് നമ്മളൊരു ആക്ഷൻ ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ആ ഒരു പേജിലോട്ട് പോകണമെങ്കിൽ മസ്റ്റ് ആയിട്ടും എന്ത് വേണം, ഈ ഒരു എന്താണ് ഈ ഒരു ഫീൽഡ് എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ, വേറൊരു പേജിനകത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം അത് ഞാൻ ഒരു ഇത് പറഞ്ഞുതരാം. നമ്മൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പം ഈ ഒരു ഫീൽഡ് ഡേറ്റ കൊടുക്കാതെ നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. കാര്യം ഇത് മസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടാണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് ടെക്സ്റ്റ് ബോക്സിൽ ജസ്റ്റ് കർസർ ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നു. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാതെ കൊണ്ടുവച്ചാൽ പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഈ പിൻ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ കർസർ കൊണ്ടുവയ്ക്കുന്നു. ഇതിന് താഴെ ഒരു
ടൈറ്റിൽ കാണാൻ വേണ്ടി പറ്റും. പ്ലീസ് ഫിൽ ഔട്ട് ദിസ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് നമ്മളുടെ ഈ ഒരു റിക്വയർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് കൊടുത്തതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, സോ നമുക്ക് ഇതേപോലെയൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ വരും. അപ്പൊ അത് നമ്മുടെ ഡേറ്റാസ് മസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫോം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. സോ നെക്സ്റ്റ് വരുന്നതാണ് ഓട്ടോ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മളിവിടെ റിഫ്രഷ് ചെയ്യുവാണ്. റിഫ്രഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിപ്പോ ഇവിടെ ഏജിൽ നമ്മൾ വാല്യൂ ഓൾറെഡി സ്പെസിഫൈ ചെയ്ത് കൊടുത്തേക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷെ ഇപ്പൊ ഞാൻ ഈ ഒരു പിൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് ബോക്സിന് ഞാൻ ഓട്ടോ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. ഞാനിവിടെ ഓട്ടോ ഫോക്കസ് എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. ഇതും ഒരു സിംഗിൾ ആട്രിബ്യൂട്ട് ആണ്, വാല്യൂസ് ഒന്നും ഇല്ല. സോ സേവ് ചെയ്ത് നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് ഫോക്കസ് ആയിട്ട് ഇരിക്കുകയാണ്. കുറച്ചും കൂടെ ഒന്ന് ബോൾഡ് ആയിട്ട് കർസർ ഇരിക്കുന്നത് നമ്മളുടെ ഈ ഒരു ടെക്സ്റ്റ് ബോക്സിലാണ്. ഫസ്റ്റ് ഫോക്കസ് ആയത് ഏതാണ്, ഈ ഒരു ഇൻപുട്ട് ഫീൽഡ് ഫോക്കസ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നമ്മൾ സാധാരണ രീതിയിൽ ഫസ്റ്റ് ഫീൽഡ് ഒക്കെയാണ് ഇതേപോലെ ഓട്ടോ ഫോക്കസ് ചെയ്ത് വെക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ബോക്സുകളും ഇൻപുട്ട് ഫീൽഡും ഒക്കെ നമുക്ക് ഇതേപോലെ ഓട്ടോ ഫോക്കസ് ചെയ്ത് വെക്കാം. ഇപ്പൊ നമ്മൾ ഇവിടെ ഓട്ടോ ഫോക്കസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഒന്നും തന്നെ വരുന്നതല്ല. സേവ് ചെയ്തു റിഫ്രഷ് ചെയ്താലും പ്രത്യേകിച്ച് ഒരു ഫോക്കസും കാണുന്നില്ല. നമ്മൾ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ അത് ഫോക്കസ് ആവത്തുള്ളൂ. മറ്റേത് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ആ ഒരു ഇൻപുട്ട് ഫീൽഡ് ഫോക്കസ് ആയിട്ട് ഇരിക്കുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഒന്നാണ് ഓട്ടോ കംപ്ലീറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇതിന്റെ ഈ ഒരു വാല്യൂ ഒന്ന് ജസ്റ്റ് റിമൂവ് ചെയ്യുന്നു. ആൻഡ് ഞാൻ ഈ ഒരു ഇൻപുട്ട് ഫീൽഡ്, ഫസ്റ്റത്തെ ഇൻപുട്ട് ഫീൽഡിന് ഓട്ടോ കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു സിംഗിൾ ആട്രിബ്യൂട്ട് ആണ്. ഓട്ടോ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് വെച്ചു. ഫസ്റ്റ് നമ്മളൊന്ന് സേവ് ചെയ്ത് ഇവിടെ റിഫ്രഷ് ചെയ്യുമ്പോൾ ഞാനിവിടെ ഏജ്, ഇവൻ ആദ്യം നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് റെക്കമെൻഡും കാര്യങ്ങളോ ഒന്നുമില്ല. ഫസ്റ്റ് നമ്മളൊരു ഏജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, ഞാനിവിടെ 20 എന്ന് പറഞ്ഞ് കൊടുത്തു. ഇതും നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പൊ ഞാനത് പറഞ്ഞു തരാം, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്നിട്ട് ഞാൻ വീണ്ടും റിഫ്രഷ് ചെയ്തു. റിഫ്രഷ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഏജിൽ വന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും, നമ്മൾ നേരത്തെ എൻട്രി ചെയ്ത ഡേറ്റ ഇവിടെ പോയി സെർവറിൽ പോയി സ്റ്റോർ ആയിട്ട് സജഷൻസിൽ വരും. നമ്മളിപ്പം ഇൻ കേസ് നമ്മൾ കുറെ ഒരു ഫീൽഡുള്ള ഒരു ഫോം ആണ് ഫിൽ ചെയ്യുന്നത് വിചാരിക്കുക. അപ്പൊ നമ്മൾ കുറെ ഡേറ്റാസ് ഒക്കെ ഫിൽ ചെയ്ത് വരുന്ന ഒരു മിഡിലൊക്കെ എത്തി, അല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ഫോം പേജ് ടെക്സ്റ്റ് ബോക്സിലൊക്കെ എത്തിയപ്പോഴത്തേക്ക് നമുക്കൊരു കോൾ വന്നു, ഈ ഒരു ഫോം എന്തായി ഒന്നേന്ന് പറഞ്ഞ് വീണ്ടും ഫിൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോഴത്തേക്ക് വലിയൊരു ഫോം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര പാടായിരിക്കും. എപ്പോഴും നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോം ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ പാട് വരുമ്പോഴത്തേക്ക് നമ്മുടെ യൂസറിന് ഒരു മടുപ്പ് തോന്നും, ആ ഒരു ഫോം ഇനിയും ഇരുന്ന് ഫില്ല് ചെയ്യണമല്ലോ എന്ന് വിചാരിക്കുന്നു. പക്ഷേ നമ്മളിവിടെ ഓട്ടോ കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഈ ഒരു ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബ്രൗസറിന് നമ്മളുടെ ഡേറ്റാനെ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മൾ നേരത്തെ കൊടുത്തത് പോയി സ്റ്റോർ ആയിട്ട് അത് നമുക്ക് സജഷനിൽ വരുമ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, പിന്നെ എൻട്രി ചെയ്ത് കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. ഇപ്പൊ ഇത് ഇവിടെ നമുക്ക് കാണിക്കാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മളിപ്പം ഫ്രണ്ട് എൻഡ് മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ, ബാക്ക് എൻഡ് കൊടുത്തിട്ടില്ലല്ലോ. സോ ഈ ബാക്ക് എൻഡ് വരുന്ന കേസിൽ എന്തൊരു സംഭവിക്കും, നമ്മളുടെ അത് ഡേറ്റ പോയി സ്റ്റോർ ആയിട്ട് ആ സ്റ്റോർ ആവുന്ന ഡേറ്റാസ് ആയിരിക്കും നമുക്ക് ഇവിടെ സജഷനിൽ കാണിച്ചു തരുന്നത്. ഓക്കെ, പക്ഷെ എന്നാൽ ഇവിടെ നമ്മൾ ബാക്ക് എൻഡ് ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഫ്രണ്ട് എൻഡ് ഡിസ്പ്ലേ നിങ്ങൾക്കൊരു പഠിക്കാൻ വേണ്ടി മാത്രമല്ലേ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടാത്തത്. സോ അത് എന്തിനാണ് ഈ ഓട്ടോ കംപ്ലീറ്റ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇൻ കേസ് നമ്മളുടെ ഫോം ഡിലീറ്റ് ആയിപ്പോയി നമുക്ക് വീണ്ടും ടൈപ്പ് ചെയ്ത് ഡേറ്റാസ് എൻറ്റർ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ ചെയ്ത് കൊടുത്ത ഡേറ്റാസിനെ സജഷൻസ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ സജഷൻസ് ആയിട്ട് കാണിക്കുകയും അതിൽ നിന്ന് നമുക്ക് ഡേറ്റാസിനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് വഴി നമുക്കത് കുറച്ചും കൂടി സിമ്പിൾ ആക്കി തരുന്നത്. അതിന് വേണ്ടിയാണ് നമ്മൾ ഓട്ടോ കംപ്ലീറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഏകദേശം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇൻപുട്ട് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു, ടെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ആട്രിബ്യൂട്ട് ആണ്. ദെൻ വാല്യൂ പഠിച്ചു, അതേപോലെ ഓട്ടോ കംപ്ലീറ്റ്, ദെൻ ഡിസേബിൾഡ്, ദെൻ മാക്സ് ലെങ്ത്, പ്ലേസ് ഹോൾഡർ, ദെൻ മൾട്ടിപ്പിൾ, റിക്വയർഡ്, അങ്ങനെ കുറെ അധികം സൈസ് എന്നൊക്കെ പറഞ്ഞ് കുറെ അധികം ആട്രിബ്യൂട്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇപ്പൊ ഇത്രയാണ് ഏകദേശം ഫോമിന്റെ സെക്ഷൻസ് വരുന്നത്. ഇപ്പൊ നമ്മൾ 4 ക്ലാസ് ആയിട്ട് കണ്ടിന്യൂഷൻ കൊടുത്തിട്ടുണ്ട് ഫോംസിന്റെ പാർട്ട്. ഫസ്റ്റ് ബേസിക് ഫോം പഠിച്ചു, പിന്നെ നമ്മളുടെ ഫോം എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കി, അതേപോലെ ഫോം എലമെന്റിന്റെ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കി, പിന്നെ ഇൻപുട്ട് ടൈപ്സ് നോക്കി, ഇൻപുട്ടിന്റെ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കി. എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവേണ്ട, നിങ്ങൾ ആ ഒരു ഓരോരോ ചാപ്റ്റേഴ്സ് ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കി വരും കേട്ടോ. അപ്പൊ ഇന്നത്തെ സെക്ഷൻ ഇത്രയേ ഉള്ളൂ.
സോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. കാര്യം ഇപ്പം വ്യൂസ് നമുക്ക് നമ്മളുടെ വീഡിയോക്ക് റീച്ച് കിട്ടിയാൽ മാത്രമേ ഈ വീഡിയോ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഒരുപാട് ആൾക്കാർ എന്താണ് HTML ട്യൂട്ടോറിയൽ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുന്ന വീഡിയോസ് ഒക്കെയാണ് കൂടുതലും മറ്റുള്ളവരിലേക്ക് എത്തുന്നത്, ഷെയർ ചെയ്യുന്നത്. സോ ഹെൽപ്പ് ചെയ്യുക, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് സപ്പോർട്ട് വേണം. സോ ഇത്രയേ ഉള്ളൂ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.